ജനങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി രാവും പകലും എന്നില്ലാതെ ജോലി ചെയ്യുന്നവരാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. എന്നാൽ കോതമംഗലം ഫയർ സ്റ്റേഷനിലേക്ക് വരുന്ന ചില ഫോൺ കോളുകളുടെ സ്വഭാവം പരിശോധിച്ചാൽ തികച്ചും പ്രകോപനപരമാണെന്ന് കാണാനാകും. ഇത്തരക്കാർക്കെതിരെ നിയമ നടപടിക്ക് വകുപ്പുണ്ടെന്നിരിക്കെ മാനുഷിക പരിഗണന നൽകി വെറുതെ വിടുകയാണ് ഉദ്യോഗസ്ഥർ. റിപ്പോർട്ടിലേക്ക്. പുലി വരുന്നേ എന്ന് പറഞ്ഞ് ഒരു ഗ്രാമത്തെ മുഴുവനും കബളിപ്പിച്ച ഒരു ആട്ടിടയ ബാലന്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാം. ഒടുവിൽ ശരിക്കും പുലി വന്നു. ആട്ടിടയ ബാലനെ പുലി തിന്നു. ഇത് കഥയാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. കോതമംഗലം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഏകദേശം 30ഓളം ജീവനക്കാർ ഇവിടെ ജോലി ചെയ്തു വരുന്നു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സ്റ്റേഷനുകളിലൊന്ന്. ആദ്യമായി സ്ക്യൂബ ടീം രൂപീകരിക്കപ്പെട്ട സ്റ്റേഷൻ. മാത്രവുമല്ല, സംസ്ഥാനത്തെ ഒട്ടുമിക്ക ഫയർ സ്റ്റേഷനുകളിലെയും ജീവനക്കാർക്ക് സ്ക്യൂബ ടീം പരിശീലനം നൽകിയത് കോതമംഗലത്തെ ജീവനക്കാരാണ്. കാര്യങ്ങൾ ഇങ്ങനെയെല്ലാമാണെങ്കിലും ഇവിടേക്ക് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ വന്ന ചില ഫോൺ കോളുകളുടെ സ്വഭാവം ഇപ്രകാരമാണ്. 1. സർ, എൻ്റെ വീടിനുള്ളിൽ ഭയങ്കര ചൂട് അനുഭവപ്പെടുന്നു. കുറച്ച് വെള്ളം കൊണ്ടുവന്ന് വീടിന് മുകളിൽ ഒഴിച്ചു തരുമോ? മറ്റൊന്ന്, സർ, എൻ്റെ സ്കൂട്ടറിൻ്റെ ടയർ പഞ്ചറായി ഞാൻ റോഡിൽ നിൽക്കുകയാണ്. ഒന്ന് വന്ന് പഞ്ചർ ഒട്ടിച്ചു തരുമോ? വേറൊന്ന്, സർ, ഞാൻ നേരമ്പോക്കിന് ഭൂതത്താൻകെട്ട് ഡാമിൽ വലയിടാൻ പോയതാണ്. എൻ്റെ വല പാറക്കെട്ടിൽ കുടുങ്ങി. ഒന്ന് വന്ന് എടുത്തു തരുമോ? ഇത്തരം ഫോൺ കോളുകൾ നമ്മുടെ എല്ലാം ഫോണുകളിലേക്ക് വന്നാൽ എങ്ങനെ മറുപടി പറയണമെന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അത് സാധിക്കില്ല. കാരണം അവർ ഡ്യൂട്ടിയിലാണ്. എന്നാൽ ഇത്തരം കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടിക്ക് സാധ്യതയുണ്ട്. ഇതേക്കുറിച്ച് സ്റ്റേഷൻ ഓഫീസർ മുഹമ്മദ് അജ്മൽ ഷാ ഇങ്ങനെ വ്യക്തമാക്കുന്നു. അഗ്നിരക്ഷാസേനയുടെ അടിയന്തര സേവന നമ്പറിലേക്ക് അനാവശ്യമായിട്ട് വിളിച്ച് സമയം മെനക്കെടുത്തുന്ന ആൾക്കാരുണ്ട്. അപ്പം പൊതുജനങ്ങൾ ആ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ഇപ്പോൾ ഇതിനകം തന്നെ ഏകദേശം 320ഓളം കോളുകൾ കോതമംഗലം അഗ്നിരക്ഷാ നിലയം അഭിമുഖീകരിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ ഇവിടെ അത്രത്തോളം തിരക്കുള്ള സമയമാണ്. അപ്പോൾ അതിനിടയ്ക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കായിട്ട്, അതായത് ബൈക്കിന്റെ ടയർ പഞ്ചറായി, ചൂട് കൂടുതലായിട്ട് വീടിന്റെ മുകളിലൂടെ ഇത്തിരി വെള്ളം ഒഴിച്ചു തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ട് ഉള്ള കോളുകൾക്ക്, ഫാൾസ് കോളുകൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ നിയമ നടപടികളിലേക്ക് കടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഫയർഫോഴ്സിന്റെ അടിയന്തര സേവന നമ്പറുകൾ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. പാഴാക്കുന്ന ഒരു നിമിഷമായിരിക്കും ചിലപ്പോൾ ഒരു വീട് കത്തിയിട്ടോ അല്ലെങ്കിൽ വലിയ അപകടം ഉണ്ടായിട്ടോ നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട്. പൊതുജനങ്ങൾ ദയവായിട്ട് അഗ്നിരക്ഷാസേനയോട് ഉത്തരവാദിത്തത്തോടുകൂടി മാത്രം അഗ്നിരക്ഷാസേനയുടെ അടിയന്തര നമ്പറുകൾ ഉപയോഗിക്കുക. തമാശകളാകാം, എന്നാൽ അത് നമ്മുടെ എല്ലാം ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ച് ജോലി ചെയ്യുന്നവരോട് ആകരുത്. ആരോ ചാർത്തി തന്ന പ്രബുദ്ധപട്ടം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. ക്യാമറമാൻ അപ്പു സുരേന്ദ്രനൊപ്പം മോഹൻ എബ്രഹാം, KCB ന്യൂസ്, കോതമംഗലം.